ഇറാനിൽ കോടതിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 22-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? നാം ഈ ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇറാനും തമ്മിലുള്ള ആക്രമണത്തിൽ കണ്ടിരുന്നു. ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആരാണോ അവർ ഇത്തരത്തിൽ കൊല്ലപ്പെടുന്നത് കണ്ടു. അങ്ങനെ മൊസാദിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇപ്പോൾ അത് പറയാൻ സാധിക്കില്ല എന്ന് വെച്ചത് നിഷേധിക്കാനും പറ്റില്ല. മൊസാദിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന്, പങ്കുണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് അതാണ്. എന്തായാലും ചാവേർ ആക്രമണമായിരുന്നു. 3 പേരാണ് ആക്രമിച്ചത്. കോടതി ആക്രമിക്കുകയായിരുന്നു. അവർ സ്ഫോടക വസ്തുക്കളും ഗ്രനേഡുകളും ഒക്കെ ആയിട്ട് വന്ന് വെടിയുതിർക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരും ചാവേറുകളുമായിട്ട് ഏറ്റുമുട്ടി. 3 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ചാവേറുകളെയും വധിച്ചു. 22 പേർക്ക് മൊത്തത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ചിലരുടെ പരിക്ക് മാരകമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്രയുമാണ് നടന്നിരിക്കുന്നത്. ഇതാരാണ് ഇവരെ ആക്രമിച്ചത് എന്നുള്ളതിലേക്ക് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വ്യക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും തെക്ക് കിഴക്കൻ ഇറാനിലെ കോടതി സമുച്ചയത്തിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. തോക്കുധാരികളായ 3 പേർ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും സിസ്റ്റാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ആണ് സംഭവം. ശനിയാഴ്ച ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. അപ്പോൾ നമുക്കറിയാം ഇറാനും ഇത്തരത്തിൽ സമാനമായ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് കോടതിക്കെതിരെ. എന്താണ് അവിടെ കോടതിയെ ലക്ഷ്യമിടുന്നത്? എന്താണ് അത് കാരണം? അതിലേക്ക് ഞാൻ വരാം. അതിനുമുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ബലൂചിസ്ഥാൻ, ഇറാനും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ അറിയാമല്ലോ. ബലൂചിസ്ഥാനിൽ ഒരു വലിയ വിമോചന പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പാകിസ്ഥാനോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വലിയ പ്രവിശ്യയാണ്, അതെ, നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർ അവിടെ ഒരു സമാന്തരമായ ഭരണകൂടത്തെ, ഒരു പതാകയെ ഒക്കെ അവരുണ്ടാക്കി അവരവിടെ ഭരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അവരിപ്പോൾ UN ആവശ്യപ്പെട്ട് ഞങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് അംഗീകരിക്കണം, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ എംബസി തുറക്കാനുള്ള അനുമതി നൽകണം എന്നൊക്കെ ഈ ബലൂജ് പ്രവിശ്യ അവർ സ്വയം ഒരു രാജ്യമായി പ്രഖ്യാപിച്ച് അങ്ങനെയെല്ലാം ആവശ്യപ്പെടുന്നുണ്ട്. പാകിസ്ഥാന് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ പാകിസ്ഥാൻ ഒരിക്കലും വിട്ടുകളയാൻ പറ്റത്തില്ല അവരെ. കാരണം വലിയ ധാതു സമ്പത്ത് അവിടെ ഉണ്ട്. അതൊരു വലിയ നേട്ടമാണ് ബലൂചിസ്ഥാനും പറയുന്നതാണ്, ഞങ്ങളെ ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതല്ലാതെ ഈ പാകിസ്ഥാൻ ഞങ്ങൾക്കൊന്നും തരുന്നില്ല. സിന്ധ്, പഞ്ചാബ്, അതുപോലെ പഷ്തൂൺ, ഈ പ്രവിശ്യകളിലൊക്കെ വാരിക്കോരി പണം കൊടുക്കുന്നുണ്ട് പാക് സർക്കാരുകൾ. എന്നാൽ ഈ ബലൂചിസ്ഥാൻ ഇപ്പോഴും വളരെയധികം ദരിദ്രമായ ഒരവസ്ഥയിലാണ്. അവിടുത്തെ സമ്പത്ത്, ധാതു സമ്പത്ത് കൊള്ളയടിക്കുകയാണ് പാക് സർക്കാരുകൾ, മാറി മാറി ഭരിച്ച പാക് സർക്കാരുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേണ്ടത്ര വികസനം വന്നിട്ടില്ല. ജനങ്ങൾക്ക് സമാധാനപൂർവ്വം ജീവിക്കാൻ അവിടെ സാധിക്കുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതികൾ അവർക്കുണ്ട്. അത് ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ബലൂചിസ്ഥാനിലെ ആൾക്കാർ, നമുക്കറിയാം ബലൂജ് വിമോചന പോരാളികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ നടത്തിയതാണോ ഈ ആക്രമണമെന്ന് സംശയിക്കുന്നത്. ഇനി ഈ ബലൂചിസ്ഥാൻ്റെ വിഷയത്തിലേക്ക്, ബലൂജ് വിമോചന പോരാളികളെ സഹായിക്കാൻ മൊസാദ് പോലൊരു ചാരസംഘടന എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നു, ഇനിയും ശ്രമിക്കും. അതൊരു സത്യമാണ്. കാരണം ഇറാൻ്റെ ശത്രു ഇസ്രയേലിന് മിത്രമാണ്. ഇവിടെ ഇറാനുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ടെങ്കിലും ഇറാൻ പാക് സർക്കാരിനെ സഹായിക്കുന്നത് കൊണ്ട് തന്നെ ഈ ബലൂജ് വിമോചന പോരാളികൾക്ക് ഇറാൻ എന്നും ശത്രുവാണ്. ഇനി രണ്ടാമത്തെ മറ്റൊരു കാര്യം, എന്തുകൊണ്ട് കോടതി ആക്രമിച്ചു എന്ന് ശ്രീജിത്ത് ചോദിച്ചല്ലോ. അതിനൊരു കാരണമുണ്ട്. ഇറാനിലെ കോടതികളെല്ലാം മതകോടതികളാണ്. അവിടെ ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമവ്യവസ്ഥ. നമുക്കറിയാം ഇറാൻ 1979 ഒരു ഇസ്ലാമിക ഭരണത്തിലേക്ക് വരുന്നത്. അതിനു മുമ്പ് അവിടെ അങ്ങനെ ആയിരുന്നില്ല. അവിടെ ജനാധിപത്യത്തിൻ്റെ ഒരു സമ്പൂർണ്ണമായ ജനാധിപത്യമൊന്നും അല്ലെങ്കിലും ജനാധിപത്യത്തിൻ്റെ വലിയ ഒരു എന്താ പറയുക, മേച്ചിൽപ്പുറമായിരുന്നു ഇറാൻ എന്ന് നമുക്ക് പറയാം. അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾ ഏത് വസ്ത്രം ധരിക്കണം, എപ്പോൾ പുറത്തിറങ്ങണം, അങ്ങനെയുള്ള റെസ്ട്രിക്ഷനൊന്നും, നിബന്ധനകളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഈ ഇസ്ലാമിക ഭരണം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഖലീഫ ഭരണം പോലെ ഒരു ഭരണം, മതഭരണം അവിടെ വന്നപ്പോഴാണ് ഇതെല്ലാം മാറി മറിഞ്ഞത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അയത്തുള്ള അലി ഖമനേയിയാണ് ഇപ്പോഴത്തെ ആത്മീയ നേതാവ്, അവരുടെ മത
പണ്ഡിതനായ ഈ മതനിയമങ്ങൾ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്യുന്നത് അദ്ദേഹമാണ്. അത് വ്യാഖ്യാനിക്കുന്നതും ഒക്കെ അദ്ദേഹമാണ്. അങ്ങനെ 79 മുതൽ ഈ പറയുന്ന മതപൗരോഹിത്യ ഭരണം നടന്നു വരുന്ന ഇറാനിൽ ആ മതകോടതികൾക്കെതിരെ, അല്ലെങ്കിൽ ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മതകോടതികൾക്കെതിരെ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ഇറാനകത്തുമുണ്ട്, ഇറാന് പുറത്തുമുണ്ട്. നമുക്കറിയാം, ഇറാനിൽ പലപ്പോഴും ഇസ്രയേൽ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തുകയും ഈ ഹമാസിൻ്റെയും ഈ ഇറാൻ്റെ കയ്യാളുകളാണല്ലോ ഈ ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും ഒക്കെ ഇറാൻ്റെ കയ്യാളുകളാണ്. അവർക്ക് പണവും ആയുധങ്ങളും ഒക്കെ കൊടുത്ത് ഇസ്രയേൽ അടക്കമുള്ളവരെ ആക്രമിക്കാൻ എല്ലാ സഹായവും ചെയ്യുന്നത് ഇറാനാണ്, അല്ലെങ്കിൽ ഇറാനിലെ ഈ മതഭരണകൂടമാണ്. അതിനെതിരെ ഈ ഇറാനകത്തും പുറത്തും വലിയ പ്രതിഷേധവും എതിർപ്പും ഒക്കെ ഉണ്ട്. ഇറാനികൾ തന്നെ അതിനെതിരെ നിൽക്കുന്ന, അതിനെതിരെ പ്രതിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയൊക്കെ പല തലവന്മാരെയും ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെയൊക്കെ ഇസ്രായേൽ സൈന്യം വധിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊസാദ് വധിക്കുമ്പോൾ, ഈ ഇറാനിലെ തന്നെ പല കമാൻഡർമാരെയും ഉന്നത പദവിയിലിരിക്കുന്ന ഈ ഭരണകൂടത്തിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികളെയും ഒക്കെ ഇസ്രായേൽ അല്ലെങ്കിൽ മൊസാദ് വധിക്കുമ്പോൾ ഈ ഇറാനികൾ ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം വീഡിയോകൾ യൂട്യൂബിലും മറ്റും സുലഭമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇറാനിലെ മതകോടതി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊസാദിൻ്റെ പങ്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ ബലൂച്ച് വിമോചന പോരാളികളെ ഉപയോഗിച്ചതാണോ, അതിനി മൊസാദ് ഉപയോഗിച്ചതാണോ, അതോ അമേരിക്ക ഉപയോഗിച്ചതാണോ, അതോ വേറെ ആരെങ്കിലും, ഈ പാകിസ്ഥാൻ തന്നെ ഉപയോഗിച്ചതാണോ? കാരണം ഇറാനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുകയും ഇറാൻ്റെ രഹസ്യങ്ങൾ അവിടുന്ന് ചോർത്തി അമേരിക്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന പാരമ്പര്യം പാകിസ്ഥാനുണ്ട്. അത് ഏറ്റവും ഒടുവിൽ അസിം മുനീറിൻ്റെ അടുക്കൽ നിന്ന് പോലും നമ്മളത് കണ്ടു, അല്ലേ? എന്നാലും ഇറാൻ പാകിസ്ഥാനെ പിന്തുണയ്ക്കും. ഈ പറയുന്നത് പോലെ പഹൽഗാമിൽ കൂട്ടക്കൊല നടന്നപ്പോൾ മതം ചോദിച്ച് ആൾക്കാരെ വെടിയുണ്ടയ്ക്ക് ഇരയാക്കിയപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടുകളുമായിട്ട് ഭാരതം മുന്നോട്ട് പോയപ്പോൾ പാകിസ്ഥാന് ധാർമ്മികമായും ഒക്കെ പിന്തുണച്ച് വന്ന രാഷ്ട്രം ഇറാനാണ്. തുർക്കി, അസർബൈജാൻ, അതുപോലെ ചൈന ഒക്കെ വന്നെങ്കിലും ഇറാനും വലിയ രീതിയിൽ പിന്തുണ കൊടുത്തു. അല്ല, നമുക്കറിയാം, പതിവില്ലാത്ത വണ്ണം ആദ്യമായിട്ട് ഈ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കൾ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലെത്തി കാശ്മീരിൻ്റെ വിഭജനത്തിന് വേണ്ടിയിട്ട് ഈ കാശ്മീർ ഡേ ആഘോഷിക്കുന്നൊരു പതിവുണ്ടല്ലോ, കാശ്മീർ ദിനം, ഈ ഭീകര സംഘടനകൾക്ക്. അതിലവർ പങ്കെടുത്തു. അവിടെ ഇറാൻ്റെ ആൾക്കാരും അതിനകത്തുണ്ടായിരുന്നു. ഇറാനിൽ നിന്നും ഈ പറയുന്ന ഇറാനിലെ ഔദ്യോഗിക മത ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളടക്കം ആ വിഷയത്തിൽ പങ്കെടുത്തു. പിന്നെ ഇറാനും ഭാരതവുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു, എണ്ണ വാങ്ങുന്നുണ്ട്, ഇന്ത്യയെ കൊണ്ട് ഇറാനും ഗുണമുണ്ട്. പക്ഷേ എങ്കിലും ഇറാൻ പലപ്പോഴും പാകിസ്ഥാനെ വഴിവിട്ടും അല്ലാതെയും സഹായിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഈ ബലൂചിസ്ഥാൻ്റെ പുറകിൽ ഇനി അജ്ഞാതൻ്റെ ഇടപെടലുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്നാൽ നമുക്കറിയാം, പാകിസ്ഥാനിൽ വളരെ കൃത്യമായിട്ട് ഈ അജ്ഞാതൻ ഇടപെടുകയും നിരവധി ഭീകര പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഈ ഭീകര സംഘങ്ങളുടെ തലവന്മാരും ഒക്കെ ഹൂറികളുടെ അടുത്ത് എത്തപ്പെട്ടത് നമ്മൾ കണ്ടതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഹാഫിസ് സെയ്ദും മസൂദ് അസറും ഒക്കെ പേടിച്ച് വിറച്ച് ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥ പോലും ഇന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇവരുടെ ഏറ്റവും അടുത്ത അനുയായികൾ വരെ അജ്ഞാതന്മാരുടെ കയ്യാൽ, അത് അജ്ഞാതനാണോ അജ്ഞാതന്മാരാണോ അതും നമുക്ക് അറിഞ്ഞുകൂടാ, അജ്ഞാതന്മാരുടെ കയ്യാൽ ഹൂറികളുടെ അടുത്തെത്തുന്ന കാഴ്ച നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഇടപെടലാണോ ഈ പറഞ്ഞതുപോലെ ഇറാനിലെ ഈ മതകോടതിയിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ ശക്തമായ ഒരു ആക്രമണമാണ് അവിടെ നടന്നത്. ഈ പറഞ്ഞതുപോലെ അവിടെ സുരക്ഷാ സേനയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ തോക്കുധാരികളായ ഗ്രനേഡും സ്ഫോടക വസ്തുക്കളുമായിട്ട് ചാവേറുകളായി വന്ന ആ 3 പേരെയും അമർച്ച ചെയ്യാൻ, അവരെ വധിക്കാൻ സാധിച്ചത്. പക്ഷെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും കൊല്ലപ്പെട്ടു, 22 പേർക്ക് പരിക്കേറ്റു, പലരുടെയും നില ഗുരുതരമാണ്. ഏതെങ്കിലും ഈ മതകോടതിയിലെ ജഡ്ജി ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതിനെ സംബന്ധിച്ച് വിവരങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല ഇറാനിൽ. നമുക്കറിയാമല്ലോ, മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ കുറവാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇറാനൊക്കെ തേനും പാലും ഒഴുകുന്ന രാഷ്ട്രങ്ങളാണ്, അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വിലയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനൊന്നും അനുവാദമില്ലാത്തൊരു നാടാണ് ഇറാൻ എന്നുള്ളത്
മറന്നു പോകുന്നു, അല്ലെങ്കിൽ മനഃപൂർവ്വം തമസ്കരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ വന്ന വിവരങ്ങൾ വെച്ചിട്ട് ഈ ബലൂച്ച് വിഘടനവാദ സംഘടന, അതിൻ്റെ പേര് പറയുന്നുണ്ട്, ജെയ്ഷെ അൽ അദൽ, അവരത് ഏറ്റെടുത്തു എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരട്ടെ. ഈ ബലൂച്ച് വിമോചന പോരാളികളാണോ, അതോ അവർക്ക് പിന്നിൽ മൊസാദ് പോലെയുള്ള ആരെങ്കിലും ഉണ്ടോ, അജ്ഞാതന്മാരായ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.